വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ റോപ്പിലൂടെ കൊണ്ടിരുന്ന ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും ധാരാളം ബോഡികൾ ഇനിയും കിട്ടാനുണ്ട്. ആ പാലം ഇപ്പോൾ സൈന്യം ബെയിലി പാലം പണിഞ്ഞ് പൂർത്തിയായാൽ മാത്രമേ ആ പ്രദേശത്തേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ധാരാളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഡെഡ് ബോഡികൾ ഉണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ പാലം പണി പൂർത്തിയായാൽ മാത്രമേ ഇനി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്. ഈ ദുരന്ത സമയത്ത് നമ്മൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഒരുമിക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയമായ വിവാദങ്ങൾ ഒഴിവാക്കണം. അതിനുള്ള സമയം വേറെയുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ഡെഡ് ബോഡിയെങ്കിലും ബന്ധുമിത്രാദികൾക്ക് എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ എല്ലാവരും കൈമയും മറന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, എല്ലാവരും ഒരുമിച്ചാണ്. അതാണ് നമുക്ക് നാടിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീഹാബിലിറ്റേഷനാണ്. ഈ എല്ലാം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ ഇവർക്ക് റീഹാബിലിറ്റേഷൻ എന്നുള്ളത് സമയബന്ധിതമായി നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേന്ദ്ര സർക്കാർ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ പാർലമെന്റിൽ ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ കേരളം ഒന്നും ചെയ്തില്ല, മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നുവെന്ന് അടക്കമാണ് അമിത്ഷാ പറഞ്ഞത്. അതല്ല, നമുക്ക് പരിശോധിക്കാൻ സമയമുണ്ടല്ലോ, അതിപ്പോഴല്ലല്ലോ, അത് പിന്നീട് ഇപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അർത്ഥമില്ല. ഇപ്പം ഇനിയും ധാരാളം ആളുകളെ കണ്ടെത്താനുണ്ട്, കാണാനുണ്ട്, ആ ബോഡി കിട്ടാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കേണ്ടത്. പ്രഖ്യാപിച്ച സഹായം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അതെ, സഹായങ്ങൾ കൂടുതൽ ഉണ്ടാകണം, റീഹാബിലിറ്റേഷനുള്ള പദ്ധതി ഉണ്ടാകണം. അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതാണ് ആളുകൾക്ക് ജീവഭയം കൂടാതെ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ നടപടികൾക്കാണ് പ്രാധാന്യം ഇനിയും കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പം ജീവൻ രക്ഷിക്കുക, ഡെഡ് ബോഡികൾ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ദയവായി എല്ലാവരും ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.